Hello friends, welcome to Earnest Academy. Workshop Instructor in Computer Engineering. നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എക്സാം ആണ്. ഇതിന്റെ ഒരു പുതിയ PSC അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എത്രയാണ് എന്നുള്ളൊരു ഡീറ്റെയിൽസ് PSC അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 10,240 പേരാണ് ഇത്തവണ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നോക്കിക്കേ, വെറും 10,000 സ്റ്റുഡൻസ് മാത്രം അല്ലെ കാൻഡിഡേറ്റ്സ് മാത്രമാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. കമ്പയറിംഗ് ടു പ്രോഗ്രാമർ അല്ലേ, പ്രോഗ്രാമർ എനിക്കറിയാം ഇലക്ട്രോണിക്സുകാരും ഒക്കെ ഉണ്ടായിരുന്നു, എങ്കിലും നമ്മളുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് അപ്ലൈ ചെയ്ത എല്ലാവരും തന്നെ പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. 31,000 പ്ലസ് ആയിരുന്നു അത്തവണത്തെ കോമ്പറ്റീഷൻ. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ 1/3 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് നമ്മളുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വന്നപ്പോൾ. അപ്പോൾ എന്താണ്, ഇതൊരു ശുഭസൂചനയാണ്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് അല്ലെങ്കിൽ എനിക്ക് കിട്ടുമോ, എനിക്കൊരു അഡ്വൈസ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൽ കിട്ടുമോ ലഭിക്കുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തർക്കും ഉള്ളൊരു പോസിറ്റീവ് സൈനായിട്ട് തന്നെ ഈ അപ്ഡേറ്റിനെ കാണുക. ഇനിയും നിങ്ങൾ മടിച്ചിരിക്കരുത്. കാരണം ഒരു 10,000 സ്റ്റുഡൻസ് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്താൽ കൺഫർമേഷൻ കൊടുക്കുന്നത് അറൗണ്ട് 8,000 ഒക്കെ ആയിരിക്കും മാക്സിമം. എങ്ങനെ പോയാലും ഒരു 8,000 9,000 സ്റ്റുഡൻസിന് അപ്പുറത്തേക്ക് ഒരിക്കലും കൺഫർമേഷൻ പോകത്തില്ല. പ്രത്യേകിച്ച് PSC നമ്മുടെ ജോബ് പ്രൊഫൈൽ ബ്ലോക്കിംഗ് ഒക്കെ കാര്യമായി നടത്തുമെന്ന് നിർബന്ധിതമാക്കിക്കൊണ്ടുള്ള തീരുമാനമൊക്കെ എടുത്ത സ്ഥിതിക്ക് ഇനി എന്തായാലും ശരി കുറേ പേരെങ്കിലും കൺഫർമേഷൻ കൊടുക്കാൻ മടിക്കും. അതൊരു കാര്യം. ദെൻ ഇനി ഒരു 8,000 സ്റ്റുഡൻസ് ഉണ്ട് എങ്കിൽ എത്ര പേരുണ്ടാവും ഇതിൽ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരല്ലേ? സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരാണെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ ഒന്നേന്ന് തുടങ്ങണം. നമുക്ക് പല ബുക്സ് റെഫർ ചെയ്യണം, പല ക്വസ്റ്റ്യൻസ് നോക്കണം, അങ്ങനെ നല്ല പണിയുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തു പോകുന്നവർ വളരെ റെയർ ആയിരിക്കും അല്ലേ. പിന്നെ ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കുന്നവരാണെങ്കിലോ, കേരളത്തിൽ എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ശരിക്കും നല്ല രീതിയിൽ ടെക്നിക്കൽ കോച്ചിങ് കൊടുക്കുന്നവർ. അതായത് കോച്ചിങ് കൊടുക്കുക മാത്രമല്ല അല്ലേ, കണ്ടൻസ് ക്ലിയർ ആക്കി നല്ല ഗൈഡൻസോടുകൂടി നല്ല രീതിയിൽ കണ്ടന്റ് നോളജും MCQസും ഒക്കെ ചെയ്യിപ്പിച്ചു പോകുന്ന എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് നമുക്ക് കേരളത്തിന്? വിരലിൽ എണ്ണാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാം എന്താണ് എൻറോൾ ചെയ്തിട്ടുള്ള എത്ര സ്റ്റുഡൻസ് കാണും? സോ നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വെറും ഒരു 2,000 to 3,000 സ്റ്റുഡൻസിനകത്തായിരിക്കും. അപ്പോൾ ഇവരിൽ നിന്നും ടോപ്പർ ആയാൽ മാത്രം മതി നിങ്ങൾ. കമ്പാരിറ്റീവ്ലി ഒരു നോൺ ടെക്നിക്കൽ എക്സാമുകളൊക്കെ വരുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് 100, 200, 400 പേരാവാനായിട്ട് നമ്മൾ ഈ സ്റ്റുഡൻസ് പഠിക്കുന്നത്. അവിടെയാണ് നമുക്ക് ഈ ടെക്നിക്കൽ സ്റ്റുഡൻസിനായിട്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. അപ്പോൾ ഇനി ഈ ഓപ്പർച്യൂണിറ്റി നശിപ്പിച്ച് കളയാമോ നമ്മൾ? ഇല്ല, ഇതിനുള്ള സമയമല്ല. ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളുക. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം തുടങ്ങിയുള്ള എല്ലാ ഗൈഡൻസും നൽകിക്കൊണ്ട് നമ്മളൊരു ഫ്രീ വെബിനാർ സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ വെബിനാറിൻ്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ചെക്ക് ഔട്ട് ദാറ്റ് വീഡിയോ ഓൾസോ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പ് വേണം, ഒരു നല്ലൊരു ഗൈഡൻസ് വേണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് നമുക്ക് ഓൾറെഡി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് കോഴ്സ് ഓൺഗോയിങ് ആണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യണം തുടങ്ങി എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ആഗ്രഹങ്ങളോ ഡൗട്ട് ക്ലിയറൻസോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. നമ്മളെപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ 24/7 അവൈലബിൾ ആയിരിക്കും. സോ ഇനിയിപ്പോൾ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എക്സാം എന്ന് വിളിച്ചാലും ലൈക്ക് വിത്തിൻ 6 months ആവട്ടെ, 1 year ആവട്ടെ, എപ്പോഴാവട്ടെ നമ്മൾ എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഇത്തവണ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് എനിക്കും വേണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.